മേയർ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി അന്തിമവാദം കേൾക്കും. ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ഹാജരാക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മഹിസിനെതിരെ സുപ്രീംകോടതി നടപടി എടുക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരും. നേരത്തെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്ന അഭിപ്രായം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. വരണാധികാരിയെ വിചാരണ ചെയ്യണം എന്ന കാര്യം കോടതി സൂചിപ്പിച്ചതാണ്. അങ്ങനെ ആ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന ആദ്യ സംഭവം കൂടിയാണ്. അത്തരം പ്രാധാന്യമുള്ള കേസിലാണ് ഇന്ന് കൂടുതൽ നടപടികൾ കോടതിയിൽ നടക്കാൻ പോകുന്നത്. അന്തിമവാദം കോടതി കേൾക്കാൻ പോകുന്നത്. ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ഹാജരാക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. MG മിഥുൻ ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, വലിയ രീതിയിൽ കോടതിയുടെ വിമർശനങ്ങൾക്കിടയാക്കിയ സംഭവമാണ്. അതിലാണ് ഇന്ന് തുടർ നടപടികൾ കോടതിയിൽ ഉണ്ടാകുന്നത്. അന്തിമവാദം കോടതി കേൾക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നേരത്തെ തന്നെ ചില ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് കോടതി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാലറ്റ് പേപ്പറും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ഇന്ന് ഹാജരാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. രണിക, ചണ്ഡീഗഡ് മേയറെ കണ്ടെത്താൻ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന ആ തെരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറുകൾ എണ്ണിയാൽ മതിയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് സുപ്രീം കോടതി കൈക്കൊള്ളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ബാലറ്റ് പേപ്പറുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ എത്തിക്കുക എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഈ ബാലറ്റ് പേപ്പറുകൾ എണ്ണിയാൽ പോരെ എന്നുള്ള ഒരു വാക്കാലുള്ള ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഇതിന്റെ സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ബാലറ്റ് പേപ്പറുകൾ എല്ലാം തന്നെ എത്തിക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസിഹ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വർണ്ണാധികാരിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. ഒപ്പം തന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കാനും സുപ്രീം കോടതി തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിൽ മസിഹിനെതിരെ വലിയ നടപടികളിലേക്ക് സുപ്രീം കോടതി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ചണ്ഡീഗഡിലെ ഈ തെരഞ്ഞെടുപ്പ് പുതുതായി നടത്താനുള്ളൊരു തീരുമാനം സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അത് BJPക്ക് ആയിരിക്കും കൂടുതൽ അനുകൂലമായി വരിക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയിലെ 3 കൗൺസിലർമാർ BJPക്കൊപ്പം ചേരുകയും ചെയ്യുന്നു. അങ്ങനെ പുതിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് BJPക്ക് കൂടുതൽ അനുകൂലമാവുകയും ചെയ്യും. അതല്ല, നിലവിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആ ബാലറ്റ് പേപ്പറുകൾ എണ്ണിയാൽ മതി എന്നൊരു പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും. കാരണം 8 വോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നാണ് മേയർ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്ത് അത് തടയാനും ഒപ്പം തന്നെ അത് കൂടുതൽ വീണ്ടെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു വിലയിരുത്തൽ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടക്കുമോ കോടതി എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്തത്. എന്തായാലും വകുപ്പ് തല നടപടിയും ഒപ്പം തന്നെ കടുത്ത നടപടികളും ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് എതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ കോടതി നടപടികൾ എന്തായാലും വളരെ നിർണായകമാണ്.